ഫ്രണ്ട്സ്, ഇതൊക്കെ കുറ്റിക്കുരുമുളകുകളാണ്. ഇതെല്ലാം ഞാൻ പിടിപ്പിച്ച കുറ്റിക്കുരുമുളക് ചെടികളാണ്. ഇതെല്ലാം ഒരു 6-7 ചട്ടികൾ കാണും. ഇതെല്ലാം കാ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ട്, ഇതെല്ലാം കാ വീണിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഈസി മെത്തേഡിൽ പിടിപ്പിച്ചെടുത്തതാണ്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. പക്ഷെ നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂട് കുറ്റിക്കുരുമുളക് ഉണ്ടെങ്കിൽ നമുക്കത് പല മൂടുകളാക്കി ഈസിയായിട്ട് പിടിപ്പിച്ചെടുക്കാം. അതായത് നമ്മൾ ഏത് പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഏത് കമ്പ് പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അത് ഷുവറായിട്ട് നമുക്ക് പിടിച്ച് കിട്ടും. അത് നമ്മൾ കമ്പ് വെട്ടി ഓരോരുത്തർ നടുന്നത് കണ്ടിട്ടുണ്ട്. ഈ കരി തേച്ച് അല്ലെങ്കിൽ റൂട്ടിങ് ഹോർമോണൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും സക്സസ് ആയിട്ടില്ല. ഞാൻ പല പ്രാവശ്യം അത് ട്രൈ ചെയ്തിട്ടും എനിക്ക് സക്സസ് ആയിട്ടില്ല. പക്ഷേ ഈ ഒരു മെത്തേഡ് എനിക്ക് സക്സസ് ആയി കിട്ടി. ഇതാണ് എൻ്റെ മദർ പ്ലാന്റ്. ഈ ഒരു മദർ പ്ലാന്റ്, ഇതിൻ്റെ ചൂട് നോക്കി അറിയാം. ഇതാണ് എൻ്റെ മദർ പ്ലാന്റ്. ഇതൊരു എനിക്ക് തോന്നുന്നൊരു 6-7 വർഷമായ പ്ലാന്റ്. ഞാൻ ഇതിൽ നിന്ന് ഒത്തിരിയും ഈ കമ്പുകൾ, ഇതേപോലത്തെ കമ്പുകൾ മുറിച്ച് നമ്മൾ കാണുന്ന പോലെ, വീഡിയോയിലൊക്കെ കാണുന്ന പോലൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ എനിക്ക് പിടിച്ച് കിട്ടിയിട്ടില്ല. കുറേ നാളിങ്ങനെ പച്ചിച്ച് നിൽക്കും, പക്ഷേ അതങ്ങോട്ട് പുതിയ തലപ്പ് വരത്തില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന് കാണിച്ചത്. അപ്പോൾ വേരുള്ള ഭാഗം നമ്മൾ ഇപ്പം ഇങ്ങനെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പിടിപ്പിച്ച ഒരു മൂടാണ്. ഇത് കണ്ടോ, ഇതിൽ തിരി വീണിട്ടുണ്ട്, കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരു മൂട് ഞാൻ ഇവിടെ പിടിപ്പിക്കുന്നു. എനിക്ക് കവറിൽ ഞാൻ അതിൻ്റെ അടുത്തായിട്ട് കവറിൽ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു കവറിൽ അതിൻ്റെ തലപ്പിൽ, അതായത് അതിൻ്റെ ഒരു കമ്പ് ഇങ്ങോട്ട് വന്നിട്ട്, ഒരു ബ്രാഞ്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിൽ ഇത് കണ്ടോ, വേരുള്ള ഭാഗമാണ്. കണ്ടോ, വേരുള്ള ഭാഗം നമ്മൾ അടുത്തിരിക്കുന്ന കവറിലോട്ട് ഇറക്കി വയ്ക്കണം. ഇറക്കി പ്രസ് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്കോട്ട് സ്വല്പം മണ്ണിട്ട് ഇറക്കി വയ്ക്കണം. അത് അനങ്ങരുത് അവിടുന്ന്. അതിന് നമ്മൾ എന്തെങ്കിലും ഈർക്കിലോ എന്തെങ്കിലും വെച്ചിങ്ങനെ ഈ ഷേപ്പിൽ കുത്തി കൊടുത്താലും മതി, അത് അനങ്ങത്തില്ല. ഇതിപ്പോൾ അവിടെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടത് മണ്ണിലേക്ക് വേരിറങ്ങി. ഇങ്ങനെ നമ്മൾ ഈസിയായിട്ട് പിടിപ്പിക്കാൻ പറ്റും. ഇതുണ്ടോ, അതേൽ ആ കുത്തി വെച്ചിരിക്കുന്ന ആ കമ്പയിൽ മുളകുണ്ട്, കണ്ടോ, പുതിയ തിരി വീണുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ കുറേ നാൾ, ഒരു മാസത്തേക്കൊക്കെ ഇങ്ങനെ വെച്ചേക്കണം. അപ്പോഴത്തേനും ആ വേര് അതിനകത്ത് ഈസിയായിട്ട് ഇറങ്ങും. ഇറങ്ങിക്കഴിയുമ്പോൾ പുതിയ തലപ്പ് ഇതിൽ തന്നെ ഫോമാവും. ഫോമായി കഴിയുമ്പോൾ നമുക്ക് ഇവിടം വെച്ച് മുറിച്ചിട്ടത് മണ്ണിലേക്ക് താത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ഇതൊരു പുതിയ ചെടിയാക്കി നമുക്കെടുക്കാം. കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ചെടി അറിയത്ത് പോലുമില്ല ഇങ്ങനൊരു തൈ അടുത്തത് കിളിച്ചു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതെല്ലാം അങ്ങനെ പിടിപ്പിച്ചെടുത്ത് ചെടികളാണ്. അപ്പം ഇങ്ങനെ ചെയ്തേ പിന്നെ എനിക്കത് സക്സസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതാണ് നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കാൻ. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കും. പക്ഷെ നമ്മളൊന്നും മെനക്കെട്ടാൽ മതി. നമുക്ക് ഈസിയായിട്ട് നമ്മൾ എഫേർട്ട് ഇടുന്നതനുസരിച്ച് പ്ലാന്റ് വളർന്നു കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് കുരുമുളക് എപ്പോഴും നമുക്ക് ഇപ്പോൾ ഒരു മീനൊക്കെ വറക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഓടിച്ചെന്ന് നമുക്ക് നമ്മുടെ ചെടിയിൽ നിന്ന് തന്നെ, നമുക്ക് കുറ്റിക്കുരുമുളകിൽ നിന്ന് തന്നെ നമുക്ക് മുളകെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് കുറച്ച് കൂടുതൽ, ഒരു 10 ചട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ഈസിയായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് മദർ പ്ലാന്റ്. ഇതിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഇച്ചിരി ഹൈറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളൊരു കല്ലോ എന്തെങ്കിലും വെച്ച് പൊക്കി വെച്ച് ആ ഒരു വേരുള്ള ഭാഗം, ആ കമ്പിൽ വേരുള്ള ഭാഗം ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. വേരുള്ള കമ്പ് വേണം കേട്ടോ. വേരുള്ള കമ്പ് നോക്കി വയ്ക്കണം. ഇതേപോലെ വേര് വന്ന കമ്പുകൾ കാണും. അപ്പോൾ അത് അങ്ങനെ നോക്കി വെച്ചാൽ മതി. ഇതേപോലെ വേര് വരുന്ന ഭാഗം നോക്കി നമ്മൾ വെച്ചാൽ ഈസിയായിട്ട് നമുക്കത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതേപോലെ ധാരാളം തൈകൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ധാരാളം കുറ്റിക്കുരുമുളക് തൈകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഈസിയായിട്ട്. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ചട്ടിയിലോ അല്ലെ കവറിലോ നമ്മൾ അതിൻ്റെ കമ്പ് ഇറങ്ങിയിരിക്കുന്ന ഉള്ള ഭാഗം ഇറങ്ങിയിരിക്കത്തക്ക രീതിയിൽ നമ്മൾ കൊടുത്താൽ മാത്രം മതി.
ബാക്കി അത് അവരവിടെ ഇരുന്ന് കിളിച്ചോളും. 1 മാസം കഴിയുമ്പോഴത്തേനും അത് സെറ്റാവും. പിന്നെ അനക്കാതെ കുറേ നാളൂടെ വെച്ചേക്കുക. അതിന് ശേഷം മാത്രം നന്നായിട്ട് വളർന്നതിന് ശേഷം മാത്രം പുതിയൊരു ചട്ടിയിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.